ഇപ്പോൾ സാർ എഴുതിയ പാട്ടുകളിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ അതിമനോഹരമായ ചില പാട്ടുകളുണ്ട് ഓർമ്മയിൽ വരുന്നത് പെട്ടെന്ന്. ഇപ്പോൾ പക്ഷേ എന്ന് പറയുന്ന സിനിമയിൽ സൂര്യാംശു ഏതോ വയൽപ്പൂവിലും വൈരം പതിക്കുന്നുവോ ജോൺസൺ മാഷാണല്ലോ അല്ലേ ഇത് ചെയ്ത പക്ഷിയുടെ പാട്ട് ചെയ്തത്. പടങ്ങൾ ജോൺസൺ രവീന്ദ്രനുമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. രവീന്ദ്ര മാഷ് മഴയിലല്ലേ മഴയിൽ ചെയ്തു. രവീന്ദ്രൻ ഞാനുമായിട്ട് 3-4 പടങ്ങൾ ചെയ്തു. പിന്നെ കിഴക്കുടരും പക്ഷിയിലെ സൗവർണിക അമൃതബീജുകൾ എന്നുള്ളത്, അതിൽ തന്നെ ഹേ ഘനശ്യാമ മോഹന കൃഷ്ണ, കുറേ പാട്ടുകളുണ്ട് അതിൽ. പിന്നെ ആദ്യത്തെ കുടജാദ്രിയിൽ എന്നുള്ളത് രവീന്ദ്രനാണ്. എനിക്ക് തോന്നുന്നു സാറിൻ്റെ ഏറ്റവും കൂടുതൽ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, സാർ പാട്ട് എഴുതിയിട്ടുള്ള പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പ്രേംപ്രകാശാണല്ലേ, കറിയാച്ചൻ. പ്രേംപ്രകാശ് ഞാനുമായിട്ട് എനിക്ക് തോന്നുന്നു 4-5 പടങ്ങൾ പ്രേംപ്രകാശിൻ്റെ കറിയാച്ചൻ എന്ന് വിളിക്കുന്ന പ്രേംപ്രകാശിൻ്റെ പടം. പക്ഷേ ഞാൻ വളരെ വ്യക്തിപരമായിട്ട് തന്നെ നല്ല അടുപ്പമുള്ള എൻ്റെ ഒരു പ്രൊഡ്യൂസർ ആണ് പ്രേംപ്രകാശ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബൈറ്റോടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹം എന്താ സാറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ജയകുമാറിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കുള്ള നല്ല സുഹൃത്തുക്കളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ജയകുമാർ. ഇപ്പോൾ ശബരിമലയിലൊക്കെ ജയകുമാർ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഔദ്യോഗിക കാര്യങ്ങൾക്കായിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ വീട്ടിൽ കയറി ഒരു ചായ കുടിക്കാതെ പോവുകയില്ല. വരുമ്പോഴേ എൻ്റെ ഭാര്യയോട് പറയും, എന്തേ ഒരു പ്രകാശ് ടീ ഇങ്ങെടുത്ത്. വളരെ ഫ്രീ ആയിട്ടുള്ള. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പ്രശസ്തനായ സംവിധായകൻ എം കൃഷ്ണനായർ സാറിൻ്റെ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, സുപ്രഭാതം. കൃഷ്ണനായർ സാറും എൻ്റെ ജ്യേഷ്ഠൻ ജോസ് പ്രകാശും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒത്തിരി പടങ്ങളിൽ ജ്യേഷ്ഠൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ബന്ധവും കിടപ്പുണ്ട്. ജയകുമാറിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. സന്തോഷമുണ്ട്. അവിടെ വരാൻ പറ്റാത്തതിൽ സങ്കടമുണ്ട്. അപ്പോൾ പ്രേംപ്രകാശ് പോലെ തന്നെ വ്യക്തിബന്ധമുള്ള ഒരുപാട് ആൾക്കാർ സിനിമയിലുണ്ടല്ലോ. എല്ലാവരുമായിട്ടും ഉണ്ടാവും, നമുക്കറിയാം, എല്ലാവരുമായിട്ടുണ്ടാവും. അപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സായിട്ട് പ്രത്യേകിച്ചൊരു ആത്മബന്ധം. എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സായിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, എക്സെപ്റ്റ് പുതുതായിട്ട് വന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ഒഴിച്ച്. അതിനകത്ത് ജയചന്ദ്രനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അർജുന മാഷ് ഒരു പടം ചെയ്തു, രാഘവ മാഷ് ഒരു പടം ചെയ്തു. പിന്നെ രമേശ് നാരായണനുമായിട്ട് 2 പടം ചെയ്തു. രമേശ് നാരായണനായിട്ട് മകരമഞ്ഞ് ചെയ്തു. മകരമഞ്ഞിൽ ഹരിഹരൻ പാടിയ ഒരു ഗസൽ. അപ്പോൾ രമേശ് നാരായണൻ്റെ ഗസലിൻ്റെ പ്രിൻസിപ്പിളൊക്കെ ഇങ്ങനെ അതിൻ്റെ അതിൻ്റെ പിന്നെ റൈമിങ്ങിൻ്റെ ഇതൊക്കെ എന്നെ പഠിപ്പിച്ചെന്ന് കുറച്ച്. അപ്പോൾ രമേശ് നാരായണൻ വീഡിയോ ക്ലിപ്പുണ്ട് രമേശ് നാരായണൻ്റെ, അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ഒരുമിച്ച് അവസാനമായിട്ട് വർക്ക് ചെയ്തത് മകരമഞ്ഞ് ലെന്നി സാറിൻ്റെ പടം. കാണുവാനേറെ വൈകി നിൻ മിഴിലാക്കുളിർ ദീപങ്ങൾ മിഴിതരേച്ചാലും. പലപ്പോഴും സാറ് പറയാറുണ്ട്, എന്നെ കാണുമ്പോഴൊക്കെ പറയും, നമുക്കൊരു ഗസൽ ചെയ്യണം, ഗസൽ മുഴുവൻ ആൽബം പ്യൂർ ഗസൽ സ്റ്റൈൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും ഉടനെ തന്നെ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തായാലും ഒന്നും നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. അതങ്ങ് ആ ഒരു സന്ദർഭം വരുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമയം വരുമ്പോൾ അതൊക്കെ അങ്ങ് വന്നു ചേരുകയാണ്. എന്തായാലും സാറിന് ഈ അവസരത്തിൽ എല്ലാ ആശംസകളും നേരാണ്. നന്ദി, നമസ്കാരം. അപ്പോൾ ഇനി സാറ് തന്നെ നേരത്തെ ഇവിടെ സംസാരിച്ചു, ഇപ്പോൾ IAS ഇനി ഈ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കാൻ ഇനി അധികം കാലമില്ല. അത് കഴിഞ്ഞാൽ ഈ കാവ്യ ജീവിതം കണ്ടിന്യൂ ചെയ്യുക, സാഹിത്യ പരിപാടികൾ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് സാറിൻ്റെ ഉദ്ദേശം. അടുത്തൊരു 10 വർഷം ക്രിയേറ്റിവിറ്റിയിൽ നമുക്ക് പരമാവധി കാര്യങ്ങൾ ചെയ്യണം. ഇതുവരെ ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചെയ്യാനിരിക്കുമ്പോൾ മുമ്പിൽ വരും, അജണ്ട വരും. സിനിമ ഉൾപ്പെടെ. സിനിമയും അന്യമല്ല. ഔദ്യോഗികമായിട്ടുള്ള ചട്ടക്കൂടിൽ നിൽക്കുന്നത് കൊണ്ട് എഴുതാൻ പറ്റാത്തത് അതൊക്കെ ഇനി എഴുതാമല്ലോ. തീർച്ചയായിട്ടും അതൊക്കെ എഴുതണം. അപ്പോൾ കുറേ സജീവമായിട്ട് തുടരട്ടെ. സിനിമ, സ്ക്രിപ്റ്റ്, ഗാനം, വേണ്ടി വന്നാൽ സംവിധാനം വേണ്ടി വന്നാലല്ല സംവിധാനം ചെയ്യണം. അത് കുലത്തൊഴിലാണ്. നേരത്തെ പറഞ്ഞല്ലോ, അച്ഛൻ്റെ എന്താ പറയുക സ്വാധീനം, അല്ലെങ്കിൽ അച്ഛൻ്റെ ചില വ്യക്തിത്വം എന്നിൽ ഒളിഞ്ഞു കിടന്നത് ഞാൻ പിന്നീടാണ് തിരിച്ചറിഞ്ഞത് എന്ന് പറഞ്ഞാൽ സംവിധാനം. കാരണം ആ പ്രതിഭ എവിടെയെങ്കിലും ഉണ്ടാവും. കുലത്തൊഴിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ അച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പോഴും അമ്മ ഇവിടെ നാട്ടിലൊറ്റയ്ക്കായിരുന്നു, അച്ഛൻ അവിടെ മദ്രാസിൽ ചോദിച്ചു. അമ്മയ്ക്കും കുടുംബത്തിനും അധികം സമയം കൊടുക്കാൻ പറ്റിയില്ല. ഒരുപക്ഷെ സാറിൻ്റെ ജീവിതത്തിലും അത്രയ്ക്കില്ലെങ്കിലും കുറേയൊക്കെ അങ്ങനെ ഉണ്ടാവും. കാരണം ഔദ്യോഗിക ജീവിതത്തിൻ്റെ തിരക്കുകൾ, ഒരുപാട് തിരക്കുകളുണ്ട്. അപ്പോൾ കുടുംബത്തിന് വേണ്ടി അധികം സമയം മാറ്റി വെക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. അല്ല, ഇപ്പോൾ അച്ഛനെ പോലെ നമ്മൾ നാട്ടിൽ ഇല്ലാത്തൊരവസ്ഥ അധികമില്ല. എന്നാലും നാട്ടിലുണ്ടെങ്കിലും ഇല്ലാത്തതുപോലെയാണ്. ഞായറാഴ്ചകളാണ് വല്ലപ്പോഴും കിട്ടുക. ഫയലൊക്കെ വീട്ടിൽ ഓഫീസ് തീർത്തിട്ടേ പോകുള്ളൂ. പക്ഷേ ചെല്ലുമ്പോൾ താമസിക്കും. 7:30-8 മണിയൊക്കെ ആവും. ചെന്നാൽ പിന്നെ 2 മണിക്കൂർ നേരമേ ഞാൻ ഭാര്യയ്ക്ക് കൊടുക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ പിന്നെ എനിക്ക് എഴുതണം, വായിക്കണം. അതങ്ങനെ ഒരു 1.5 മണി വരെ പോകും. അപ്പോൾ
അപ്പോൾ എന്നാലും ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്.